ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ മലയാള എക്സാമിൽ നമുക്ക് എങ്ങനെ മാക്സിമം സ്കോർ മാർക്ക് ചെയ്യാം. ഈ വീഡിയോ കാണുന്ന കുറെ ആൾക്കാർക്ക് 80% മാർക്ക് കിട്ടാറ്, അല്ലെങ്കിൽ അതിന്റെ താഴെ ഒന്നും വിഷയമല്ല. പക്ഷെ നമ്മൾ എങ്ങനെ ഈ മാർക്ക് നമുക്ക് നിലവിലുള്ള മാർക്ക് എങ്ങനെ മെച്ചപ്പെടുത്താന്നുള്ളതാണ്. ഈ മാർക്ക് എങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി. അപ്പോ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഹാൻഡ് റൈറ്റിംഗ്. നമ്മളെ കൈയെഴുത്ത് നല്ലതായാല് നമ്മൾ എന്താ വെച്ചാല് കൈയെഴുത്ത് നല്ലതാവും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് എഴുതുമ്പോ ഫസ്റ്റത്തെ വരിയില് ആശയം എഴുതാം. ആശയം, അതായത് പാഠഭാഗത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങള് ആദ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ഈ പബ്ലിക് എക്സാം ഒക്കെ എഴുതില്ലേ, പബ്ലിക് എക്സാം ഇപ്പൊ നിലവിൽ എഴുതാത്തവരുണ്ടാവും, എഴുതുന്നവരുണ്ടാവും. അപ്പൊ പബ്ലിക് എക്സാം ഒക്കെ എഴുതുമ്പോ എന്താ വെച്ചാല് നിങ്ങൾക്ക് അറിയാത്ത ഒരു ടീച്ചറെ കയറാം. അതായത് വേറെ ഏതെങ്കിലും നിങ്ങളെ കുറിച്ച്, നിങ്ങൾ ആണാണോ പെണ്ണാണോ ഇതൊന്നും അറിയാത്തൊരു ടീച്ചറെ കയറി നിങ്ങൾ പേപ്പർ നോക്കുക. അപ്പൊ നിങ്ങളെ കുറിച്ച് ഒരു ധാരണ ആദ്യം തന്നെ കിട്ടും, നല്ല കയ്യെഴുത്തായി. പിന്നെ ഈ എക്സാമിന്റെ പേപ്പർ നോക്കുമ്പോ സമയത്തിന് ലിമിറ്റേഷൻ ഉണ്ടാവും. അതായത് മലയാളം പോലത്തെ എക്സാമിനൊക്കെ ഒരു എന്താ വെച്ചാല് ടീച്ചർമാർ പറയാറുള്ളതാണ്, എക്സാം പേപ്പർ നോക്കാൻ സമയം തയ്യാത്ത മാതിരി തോന്നലുണ്ടെന്ന് പൊതുവെ ഒരു പറഞ്ഞു കേൾക്കലുണ്ട്. അപ്പൊ എന്ത് ചെയ്യണ്ടേ, മാക്സിമം ആദ്യത്തെ വരി തന്നെ നല്ലൊരു ഒരു പാഠഭാഗത്തിന് നിങ്ങൾക്ക് അറിയുന്ന മാക്സിമം കാര്യങ്ങൾ അതായത് നമ്മള് ഇപ്പൊ സിനിമയിൽ അറിയില്ലേ ക്ലൈമാക്സ് അതുപോലെ എന്തെങ്കിലും ആ പാഠഭാഗത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ ഈ ടീച്ചർമാരെന്ത് വിചാരിച്ച ഈ കുട്ടി നല്ലൊരു പഠിക്കണ കുട്ടിയാണ്, അപ്പൊ ഈ ടീച്ചർമാർക്ക് ഒരു പോസിറ്റീവ് മാക്സിമം സ്പീഡ് ആക്കും പേപ്പർ നോക്കല്. അതായത് കുറെ വായിച്ചു പോണ ആയിട്ട് ഉത്തരങ്ങളൊക്കെ കുറച്ചിങ്ങനെ ശരിയായി കണ്ടാലും പിന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് സ്പീഡ് ആക്കും. ആദ്യം തന്നെ തെറ്റിൽ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തി വൺ മാർക്ക് മേലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഈ 1 മാർക്ക് ഉണ്ടാവില്ല, ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. അപ്പോ ഈ 1 മാർക്ക് ഫുള്ള് ശരിയാക്കിയ കുട്ടിന്റെ പേപ്പർ എന്തേക്കാരം ബാക്കിയുള്ളൊക്കെ സ്പീഡിൽ നോക്കുവോ, ഈ 1 മാർക്കില് 4 തെറ്റി അല്ലെങ്കിൽ 5 തെറ്റി, ആ തെറ്റി എന്താ ചെയ്യാ, ടീച്ചർമാർക്ക് മനസ്സിലായി കുട്ടിക്ക് പാഠഭാഗങ്ങളെ കുറിച്ച് ഒരു ധാരണ ഇല്ല, അപ്പൊ ഒന്ന് സ്ലോ ആക്കേണ്ടി വരും എന്ന് വെച്ചാൽ ടീച്ചർ പൊതുവെ സ്ലോ ആക്കി ഈ ഇതിലൊക്കെ മാർക്ക് എന്തായാലും വെട്ടി കൊടുക്കും. അതിപ്പോ ചിലപ്പോ ഇതേ ഉത്തരം വേറൊരു 1 മാർക്ക് ഫുള്ള് ശരിയാക്കിയ കുട്ടി ഇതേ ഉത്തരം എഴുതിക്കുന്നത് ചിലപ്പോ അവന്റെ ഫുള്ളല്ലെങ്കിൽ ഒരു എന്തായാലും ഇതിലാറെ മാർക്ക്, അതായത് മാർക്ക് കുറവുള്ള കുട്ടിനേക്കാളും കൂടുതൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഒരു ഉത്തരം എഴുതി തുടങ്ങുമ്പോ അതിന്റെ ഉത്തരം അങ്ങനെ എഴുതി തുടങ്ങല്, ഇതെന്താണോ, ഇത് കഥയാണോ അതോ കവിതയാണോ, നമുക്കൊരു ഏത് പാഠഭാഗത്തിന്റെ ഉത്തരമാണ് ഇതിന്, അപ്പൊ നമുക്ക് മനസ്സിലായിരുന്നു ഇത് കഥയാണ് അല്ലെങ്കിൽ കവിതയാണ്. അങ്ങനെ നമ്മൾ മനസ്സിലേക്ക് ഇത് വരണം. എന്നാലേ നമുക്ക് ഇത് അത് എഴുതിയത് ആരാണോ അതിനെ കുറിച്ചൊക്കെ നമ്മള് ഒരു പാഠത്തിനെ കുറിച്ച് വിശാലമായിട്ട് പഠിച്ചിരിക്കുക. നിങ്ങൾ വെറുതെ ഇരിക്കില്ല, അതായത് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പോ ഈ യൂട്യൂബിലൊക്കെ ഉണ്ടാവില്ലേ എക്സ്പ്ലനേഷൻ ഉണ്ടാവും ഓരോ പാഠഭാഗത്തിന്റെ, അത് വെറുതെ ഒന്ന് ഓണാക്കി വെക്കുക. എന്നിട്ട് അത് ഇമാജിൻ ചെയ്ത് പഠിക്കുക. ഇമാജിനേഷൻ പവർ ഉള്ളവർക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. അതായത് ഈ ചിലപ്പം കഥയും കവിതയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും, അങ്ങനെ ഇതിനോട് തീരെ താല്പര്യം ഇല്ല, ഇതൊക്കെ ഒരു പഴഞ്ചൻ സ്റ്റൈലാണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ നടക്കുന്ന കുട്ടികളും ഉണ്ടാവും. എങ്ങനത്തെ കുട്ടികളായാലും നിങ്ങൾ മാക്സിമം ഈ കഥ ഇമാജിൻ ചെയ്ത് പഠിക്കാം. ഇമാജിൻ ചെയ്ത് പഠിക്കുമ്പോൾ ഉപകാരം എന്താ വെച്ചാൽ മറന്നു പോകില്ല, എന്തൊക്കെ സംഭവിച്ചാലും മറന്നു പോകില്ല. അപ്പോ ഇമാജിൻ ചെയ്ത് പഠിക്കാം. പിന്നെ മലയാളം പോലത്തെ എക്സാമിൽ ഫുൾ മാർക്ക് നേടേണ്ട പ്രാധാന്യം എന്താ വെച്ചാൽ, നിങ്ങൾ +1 അല്ലെങ്കിൽ +2 ഒക്കെ പഠിക്കില്ല, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ 10, 8 അങ്ങനത്തെ അടിയിലെ ക്ലാസ്സിലുള്ള കുട്ടികൾ ഈ വീഡിയോ കാണുണ്ടാവും. ഈ +1ലും +2ലൊക്കെ മലയാളം പോലത്തെ എക്സാം അല്ലെങ്കിൽ ലാംഗ്വേജ് പോലത്തെ വിഷയങ്ങളിൽ മാക്സിമം നിങ്ങൾ ഫുൾ മാർക്ക് മേടിച്ചാൻ ശ്രമിക്കണം. ഇതിന്റെ പ്രാധാന്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ഇതിൽ മാർക്ക് പറയുമ്പോൾ നിങ്ങൾ ടോട്ടൽ മാർക്കിനെ, അതായത് നിങ്ങൾ കേട്ടിനെ ഫസ്റ്റ് റാങ്ക് നേടിയ കുട്ടി 1200 1200 അങ്ങനെ നേടിയ കുട്ടി, ഈ അങ്ങനെ നേടാനുള്ള ഒരു കുട്ടി മലയാളത്തിന്റെ എക്സാമിൽ മാർക്ക് കുറയാണ്. അപ്പൊ ആ കുട്ടീന്റെ ഒരു മാനസികാവസ്ഥ എന്തേക്കാരം. അപ്പോ നിങ്ങൾ മാക്സിമം ചില ആൾക്കാർ മലയാളത്തിന് തീരെ ഇമ്പോർട്ടന്റ് കൊടുക്കാൻ വലിയൊരു ഇമ്പോർട്ടന്റ് മലയാളത്തിന് കൊടുത്തില്ലെങ്കിലും
നിങ്ങൾക്ക് ഈ എന്താണ് എനിക്ക് എത്രത്തോളം എനിക്ക് പഠിക്കാനുണ്ട് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പരീക്ഷന്റെ തലേന്ന് ഇരുന്നാണ്ട് യൂട്യൂബത്തെ ക്ലാസ് ഒക്കെ ഒറ്റ എല്ലാ പാട്ടിന്റെ ക്ലാസ് ഇങ്ങനെ കേൾക്കും. അങ്ങനെ കേട്ടാലുള്ള ഒരു കുഴപ്പം എന്താ വെച്ചാല് നമുക്ക് പഠിക്കാനുള്ള ഒരു ഏത് സബ്ജക്റ്റ് ആവട്ടെ, ഒരു ഇത്ര ഭാഗം നമ്മൾ പഠിച്ചാൽ നമ്മൾക്ക് കുറച്ച് റെസ്റ്റ് വേണം. അതായത് കുറച്ച് റെസ്റ്റ് കിട്ടിയാലേ നമുക്ക് തലയിൽ കയറുള്ളൂ. അത് ഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങനെയാണ്. ഈ കേറും, അതായത് പരീക്ഷന്റെ തലേന്നല്ലാതെ കുറെ മുമ്പ് തന്നെ, ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ അങ്ങനെ പഠിച്ച് പോയവർക്ക് പരീക്ഷന്റെ മുമ്പ് തന്നെ ഒന്ന് റിവിഷൻ ചെയ്താൽ പഠിക്കും. അല്ലാതെ പരീക്ഷന്റെ തീരെ ബുക്കുമായി ബന്ധമില്ലാത്ത ആൾക്കാർ ഒരു പരീക്ഷ വരുമ്പോ പഠിക്കാം എനിക്ക് പഠിക്കണം, ഫുൾ മാർക്ക് നേടണം പറഞ്ഞാല് നടക്കുമെന്ന് വെച്ചാല് സംശയമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ പരീക്ഷന്റെ തലേന്ന് ഇരുന്ന് ഒറ്റയടിക്ക് എല്ലാ ക്ലാസ്സും കേൾക്കാതെ പരീക്ഷ ആകുമ്പോത്തിന് കുറച്ചിച്ച് ഇങ്ങനെ കിട്ടും. അതായത് നമ്മുടെ മൈൻഡില് ഇത് ശരിക്കും നമ്മുടെ മൈൻഡിൽ കയറണമെങ്കിൽ കുറച്ച് സമയം ആവശ്യമാണ്. ഒരു പാഠം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആവുള്ളൂ. ഇത് ഒറ്റയടിക്ക് പഠിച്ചാൽ ഈ പാഠം പഠിച്ചു ഈ പാഠത്തിലെല്ലാം എനിക്ക് ഓർമ്മ ഉണ്ട്, അടുത്ത പാഠം പഠിച്ച അപ്പൊ എന്താ സംഭവിക്കുക, ആദ്യത്തെ പാഠം ഫുള്ള് മറന്നിട്ടെങ്കിൽ ഏകദേശം ഒരു അവിടെ ഇവിടെ ഒക്കെ പ്രധാന പോയിന്റ് അങ്ങനെ എവിടെയെങ്കിലൊക്കെ വിട്ടുപോയി മറന്നു. അപ്പോ റെസ്റ്റ്, അതായത് ഒരു ദിവസം ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അതായത് ഞാൻ എങ്ങനെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ഉച്ച രാവിലെ ഞാൻ ഒരു ക്ലാസ് കേട്ടു. പിന്നെ ഞാൻ എന്താ ചെയ്യാ, ചായ അടിച്ചാൻ പോയി, പിന്നെ ചായ അടിച്ച് വന്നിട്ട് ഒരു ക്ലാസ് കേട്ടു. പിന്നെന്താ ചെയ്ത് കുളിച്ചിട്ട് ഒരു ക്ലാസ് കേട്ടു. പിന്നെന്താ പിന്നെ വേറെ എന്തെങ്കിലും പണി ചെയ്ത് പിന്നെ ഒരു ക്ലാസ് കേട്ടു. പിന്നെ വേറെ എന്തെങ്കിലും പണി ചെയ്ത് അങ്ങനെ കുറച്ച് ദിവസം, അതായത് നമ്മൾ ജോലിയും ഒപ്പം നടക്കും, എന്നാൽ പഠിപ്പും നടക്കും. അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ വെറുതെ നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ വെറുതെ ഈ പാഠത്തിന്റെ കഥ ഈ പാഠത്തിന്റെ കഥ എന്താണോ അത് വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ചിന്തിക്കണേന്ന് പൈസ ഒന്നും പോലില്ല. അപ്പൊ വെറുതെ ചിന്തിച്ചോ. അപ്പോ അടുത്ത കാര്യം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഹാൻഡ് റൈറ്റിംഗ് മാക്സിമം എല്ലാവരും വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കാം. 2 വരെ കോപ്പിയൊക്കെ എഴുതി നല്ല ശീലിച്ചവർക്കൊക്കെ അത് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവും. അപ്പോ അത് ഇല്ലാത്തവര് നിങ്ങൾ മാക്സിമം ഹാൻഡ് റൈറ്റിംഗ് നല്ലതാക്കാൻ ശ്രമിക്കാം. അതായത് നിങ്ങൾക്ക് നാളെ ഒരു ജോലി കിട്ടുമ്പോഴോ, അല്ലെങ്കിൽ ഈ മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇത് രണ്ടും നാളെ ഒരു കമ്പനി ജോലി കിട്ടുമ്പോ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് നല്ലതല്ലെങ്കിൽ എന്താ ഒപ്പം ജോലിയുള്ളവർക്കൊക്കെ പ്രയാസമാവും. അപ്പോ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാക്കാൻ ശ്രമിക്കാം എല്ലാവരും. ഇപ്പൊ സമയമെടുത്ത് തന്നെ 2 വരെ കോപ്പി ഇല്ലേ, ആ കോപ്പി നല്ല രീതിയിൽ എഴുതി നിങ്ങൾക്ക് നല്ല വൃത്തിയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.